പല ആൾക്കാരും അപ്പനമ്മമാർ കട്ടിലൊഴിയാൻ കാത്തിരിക്കുക. ഞാനത് നിഷേധിച്ച് സംസാരിക്കണമല്ല, ജീവിത യാഥാർത്ഥ്യമാണത്. ആരെന്തിനാ നിഷേധിക്കണം? ജീവിത യാഥാർത്ഥ്യമാണ്. ആ ഒരു സ്നേഹബുദ്ധിയാണെങ്കിൽ അവർക്ക് മനസ്സിൽ അവർക്കൊരു കണക്കൂട്ടലുണ്ട്. ഉള്ളവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യരെ, ഇത്രയൊക്കെ ഉള്ളു മക്കളെ വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഈ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴായാലും അത് വോൺ ഔട്ടായി പോകും. കൃപ എന്ന് പറയുന്നത് ഗലാത്യർ 6:19 കർത്താവിൻ്റെ കൃപ നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ, ശരീരത്തിൻ്റെ കൂടെ അല്ല. വീട്, ജോലി, വിവാഹം എല്ലാം ശരീരത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആണ്. അത് യൂസ് ആൻഡ് ത്രോ. നമ്മുടെ വീട് നമുക്ക് ജപ്തി ആയി കഴിയുമ്പോൾ ചിലപ്പോൾ വിൽക്കേണ്ടി വരും, പക്ഷെ നമ്മൾ വേറെ വീട് വാങ്ങിക്കും. അപ്പം ഇങ്ങനെ വീട് അത് മാറിപ്പോകും. അനുഗ്രഹത്തിന് ഉള്ള കുഴപ്പം ഇത് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. കർത്താവ് ചോദിക്കണില്ലേ, നീ നേടിയതൊക്കെ ആരുടേതാകുമെന്ന്? ബ്ലെസ്സിങ്സ് അന്യാധീനപ്പെട്ടു പോകുന്നതിൻ്റെ അർത്ഥം. ലൂക്കായുടെ സുവിശേഷം 12:20 ഉണ്ട് എന്ന് പറയുന്നത്, എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, പോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും. ഇത് തന്നെയാണ് മത്തായി 16:26 പറയണത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അപ്പോൾ അനുഗ്രഹത്തിന് ഉള്ള കുഴപ്പം ഇത് ആരുടെയെങ്കിലും ആകും നേടി വെച്ചിരിക്കണത്, ഒരുക്കി വെച്ചിരിക്കണത്. അതുപോലെ ലോകം മുഴുവൻ നേടിയാൽ പോലും അത് പ്രയോജനമില്ലാതെയായി മാറും. അനുഗ്രഹത്തിന് അങ്ങനൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത്, ഈശോ വന്നിരിക്കുന്നത് അത്ര അനുഗ്രഹങ്ങൾ മാത്രം ഉണ്ടാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും കൃപയുണ്ടാകാനും, കൃപ സമൃദ്ധമായ ഉണ്ടാകാനും. അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപ എങ്ങനെ ലഭിക്കും?